മധ്യേഷ്യ യുദ്ധങ്ങളുടെ തറവാടാണ്. മരുഭൂമിയുടെ കാഠിന്യം അറബികളെ പരുക്കന്മാരും സഹിഷ്ണുത കുറഞ്ഞവരുമാക്കുന്നു. പെട്രോൾ, സ്വർണം, വെള്ളി തുടങ്ങിയ വില കൂടിയ ധാതു സമ്പത്ത് നിറഞ്ഞ മധ്യേഷ്യൻ പ്രദേശങ്ങൾ കൈയടക്കാൻ അറബികൾ മാത്രമല്ല പാശ്ചാത്യരും മത്സരിക്കുകയാണ്. ഈ ഒരു സാഹചര്യം ഉള്ളതിനാലാണ് സൗദി അറേബ്യയും ഇറാഖും ഇറാനും സിറിയയും ലെബനോനും തുർക്കിയും ഒക്കെ തുടങ്ങി ഏതാണ്ട് എല്ലാ അറബ് രാജ്യങ്ങളിലും യുദ്ധം കൊണ്ട് അധികാരം കൈയടക്കിയ ഭരണകൂടങ്ങൾ വന്നത്. എത്ര ജാഗ്രതയോടെ ഭരിച്ചാലും ഭരണകൂട അട്ടിമറികൾ ഇവിടെ ഇപ്പോഴും സാധാരണമാണ്. അതല്ലാതെ നമ്മുടെയൊക്കെ നാട്ടിലുള്ളത് പോലെ ജനാധിപത്യ സംസ്കാരമോ ഭരണ സംവിധാനങ്ങളോ ഒന്നും ഇവർക്ക് അപരിചിതങ്ങളാണ്. അധികാരം ആഴത്തിലുള്ള പകയും പ്രതികാരവും വീട്ടാനുള്ള അവസരങ്ങളായി ഇവർ കണക്കാക്കുന്നു. ഇങ്ങനെ അധികാരവും പ്രതികാരവും എന്ന പരമ്പരയുടെ ഏറ്റവും പുതിയ എപ്പിസോഡാണ് ഇപ്പോൾ സിറിയയിൽ നടന്നു വരുന്നത്. പ്രവാചകന്റെ കാലത്തിന് ശേഷം മുസ്ലിങ്ങൾക്കിടയിൽ സുന്നി ഷിയ ചേരിതിരിവ് അതിരൂക്ഷമാണ്. ഈ ചേരിതിരിവ് പ്രവാചകൻ ഉദ്ഘോഷിച്ച ഇസ്ലാമിന്റെ സമാധാന മൂല്യത്തെ തകർത്ത് കഠിനമായ യുദ്ധത്തിലാണ് എത്തിച്ചത്. അറബികൾ എപ്പോഴും ഗോത്രീയ സംസ്കാരത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് യുദ്ധത്തിലേക്കുള്ള വഴി എപ്പോഴും ഇവർക്ക് എളുപ്പമാണ്.